പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഈശോയിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, മാരാനാഥ യൂട്യൂബ് ചാനലിലൂടെ പ്രത്യാശാവചനങ്ങൾ എന്ന ദൈവിക ശുശ്രൂഷ സംപ്രേഷണം ചെയ്തു വരികയാണല്ലോ. ഓരോ ഞായറാഴ്ചയ്ക്കും വിശുദ്ധ കുർബാനയ്ക്ക് ഒരുങ്ങുന്നതിനാവശ്യമായ വായനകൾ നമ്മൾ ക്രമീകരിക്കുന്നുണ്ട്, പതിവുണ്ടല്ലോ. പ്രിയമുള്ളവരെ, ഈ 15-ാം തീയതി വരുന്ന ഞായറാഴ്ചത്തേക്കുള്ള വായന യൗസേഫിനുണ്ടായ വെളിപാട് എന്ന പിതാക്കന്മാർ ക്രമീകരിച്ചിരിക്കുന്ന ഞായറാഴ്ചയുടെ വായന നമ്മളൊന്ന് ശ്രദ്ധിക്കാം. നമുക്ക് സന്ധ്യാവായന, പ്രഭാത വായനയോ ഒരേ വായന തന്നെയാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 30 മുതൽ 46 വരെ വാക്യങ്ങളാണ്. പഴയ നിയമ വായനകളായിട്ട് കൊടുത്തിരിക്കുന്ന ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 11 വരെ വാക്യങ്ങളാണ്. രണ്ടാമത്തെ വായന യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 45-ാം അധ്യായം 18 മുതൽ 46 വരെയും 18 മുതൽ വാക്യങ്ങൾ 46-ാം അധ്യായത്തിൻ്റെ 2 വരെ വാക്യങ്ങളുമാണ്. അതുപോലെ വിശുദ്ധ കുർബാനയിൽ ലേഖനങ്ങൾ വരുന്നത് 1 പത്രോസ് 2-ന്റെ 1 മുതൽ 10 വരെ വാക്യങ്ങളും ഗലാത്യർ 1-ന്റെ 11 മുതൽ 24 വരെ വാക്യങ്ങളുമാണ്. എവൻഗേലിയോൻ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 18 മുതൽ 25 വരെ വാക്യങ്ങളാണ്. ഞായറാഴ്ചയുടെ പ്രത്യേകത യോസേഫ് പിതാവിനുണ്ടായ വെളിപാട്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ദൂതൻ യോസേഫിനോട് പറയുന്ന കാര്യങ്ങളാണ് നമ്മുടെ ധ്യാന വിഷയം. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം, ധ്യാനിക്കാം. എത്ര നല്ലവൻ എന്നേശുനായകൻ, ഏതു നേരത്തും നടത്തിയിടുന്നവൻ. എത്ര നല്ലവൻ എന്നേശുനായകൻ, ഏതു നേരത്തും നടത്തിയിടുന്നവൻ. എണ്ണിയാൽ തീർന്നിടാ നന്മകൾ ചെയ്തവൻ, എന്നെ സ്നേഹിച്ചവൻ. ഹല്ലേലൂയാം. എണ്ണിയാൽ തീർന്നിടാ നന്മകൾ ചെയ്തവൻ, എന്നെ സ്നേഹിച്ചവൻ. ഹല്ലേലൂയാ. എത്ര നല്ലവൻ എന്നേശുനായകൻ, ഏതു നേരത്തും നടത്തിയിടുന്നവൻ. കാരുണ്യവാനും നല്ലവനുമായ സ്വർഗപിതാവേ, അവിടുത്തെ പുത്രനും ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഭൂമിയിൽ ഞങ്ങൾ 2 പേർ ഐകമത്യപ്പെട്ട് എൻ്റെ നാമത്തിൽ എന്ത് ചോദിച്ചാലും എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നൽകുമെന്ന് അരുളി ചെയ്ത ആ തിരുവചനത്തിൻ്റെ ശക്തിയാൽ ഞങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഞങ്ങളുടെ രോഗങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും വേദനകളും ശക്തിക്കതീതമായ എല്ലാ പ്രലോഭനങ്ങളും കർത്താവേ അങ്ങയുടെ കരങ്ങളിൽ വെക്കുന്നു. അവിടുത്തെ കരം നീട്ടി സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുരക്തത്താൽ ഞങ്ങളെ കഴുകണമേ, വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളാലും നിറയ്ക്കണമേ. യേശു അങ്ങയുടെ സ്നേഹം ഞങ്ങൾ ധാരാളമായി വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ കരുണയായിരിക്കണമേ, കർത്താവെ കരുണയായിരിക്കണമേ, യേശുവെ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഈ വചനം കേൾക്കുന്ന മക്കളെ എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ലോകമെങ്ങും നടക്കുന്ന എല്ലാ ബലികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ വൈദികരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ എല്ലാ നന്മകളും എല്ലാ ഐശ്വര്യങ്ങളും കർത്താവെ ഇതിൻ്റെ വിശുദ്ധ ബലിയിൽ പങ്കുചേർന്ന് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേൾക്കുന്ന മക്കൾക്കിത് ആരോഗ്യമായി, മനസ്സിന് സ്വസ്ഥതയായി, സമാധാനമായി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, ദേവമാതാവേ, സകല വിശുദ്ധന്മാരെ, ശുദ്ധിമതികളെ പ്രാർത്ഥിക്കണമേ. ശുശ്രൂഷയ്ക്ക് വേണ്ടി, ഈ ശുശ്രൂഷ ദൈവസന്നിധിയിൽ നിലനിൽക്കുവാൻ വേണ്ടി, ഇത് മാനുഷികമായിട്ടല്ല ദൈവികമായിട്ട് തന്നെ നിലനിൽക്കുവാൻ ഇടയാകണമേ. കർത്താവായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്ന ആ പുണ്യാഹ രക്തത്താൽ ഈ ശുശ്രൂഷകളെയും ശുശ്രൂഷകരെയും വചനം കേൾക്കുന്ന മക്കളെയും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു. കൃപയുടെ കെട്ടുത്തരം തരുമാറാകണമേ. ആമീൻ. ഹല്ലേലൂയ. ദൈവ തിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ
വായിച്ചു കേൾക്കാൻ ആഗ്രഹിക്കുന്നതും ധ്യാനിക്കാൻ ഏകാഗ്രതയോടെ ഇരിക്കുന്നതുമായ വചനങ്ങൾ ഞാൻ മുമ്പേ തന്നെ ഓർപ്പിച്ചു. എങ്കിലും ഒരിക്കൽ കൂടെ നമ്മൾ വീണ്ടും ആ വചനം എടുത്ത് പറയുകയാണ്. സന്ധ്യാവായനയും പ്രഭാത വായനയും യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 30 മുതൽ 46 വരെയുള്ള വാക്യങ്ങളാണ്. ജനങ്ങൾ യേശുവിനോട്, ഞങ്ങൾ മന്ന ഭക്ഷിച്ചു, മോശ ഞങ്ങൾക്ക് നൽകി എന്ന് യേശുവിനോട് പറയുന്ന ഭാഗമാണ് അവിടെ ആരംഭം. 30-ാമത്തെ വാക്യം ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ അവർ ചോദിച്ചു, ഞങ്ങൾ കണ്ടു നിന്നെ വിശ്വസിക്കേണ്ടതിന് എന്തടയാളമാണ് നീ ചെയ്യുക? എന്താണ് നീ പ്രവർത്തിക്കുക? അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് അവർക്ക് ഭക്ഷിക്കുവാൻ അപ്പം കൊടുത്തു എന്ന് എഴുതപ്പെട്ടിരിക്കുന്ന പോലെ ഞങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു. ഇതാണ് ആരംഭം. അപ്പോൾ യേശു പറയാണ്, ഞങ്ങളുടെ പിതാക്കന്മാർ മന്ന ഭക്ഷിച്ചു മരുഭൂമിയിൽ വെച്ച്, ഇതുപോലെ എന്തെങ്കിലും അടയാളം ചെയ്യുമോ നിന്നിൽ ഞങ്ങൾ വിശ്വസിക്കേണ്ടതിനെന്ന് യേശുവിനോട് ചോദിക്കുകയാണ്. യേശു മറുപടി പറയുന്നതാണ്, മോശയല്ല നിങ്ങൾക്ക് അപ്പം തന്നത്, സ്വർഗസ്ഥനായ പിതാവാണ്. ദൈവത്തിൻ്റെ അപ്പം സ്വർഗത്തിൽ ഇറങ്ങി വന്ന് ലോകത്തിന് ജീവൻ നൽകുന്ന അത്രയും. അപ്പോൾ ജനം പറയുന്നു, ഈ അപ്പം എപ്പോഴും ഞങ്ങൾക്ക് തരണം. യേശു മറുപടി പറഞ്ഞു, ഞാനാണ് ജീവൻ്റെ അപ്പം. എൻ്റെ അടുക്കൽ വരുന്നവൻ ഒരിക്കലും വിശക്കുകയില്ല, ദാഹിക്കുകയില്ല. യേശു തന്നെ വെളിപ്പെടുത്തുകയാണ്. മോശ കൊടുത്ത അപ്പം സ്വർഗത്തിൽ നിന്ന് പിതാവായ ദൈവം കൊടുത്തതാണെന്ന് യഹൂദരോട് പറയുന്നു യേശു. തന്നെയുമല്ല, അത് മന്ന പോലെ ഒരു അപ്പമല്ല. ആ അപ്പം ഭക്ഷിച്ചവരൊക്കെ മരിച്ചു. മരിക്കാത്ത നിത്യമായി ജീവിക്കുന്ന ഒരു അപ്പം ഞാൻ നിങ്ങൾക്ക് തരികയാണ്, അത് ഞാൻ തന്നെയാണെന്ന് പറയുകയാണ്. എൻ്റെ ശരീരവും എൻ്റെ രക്തവും ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്നാണ് പറയുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം 10-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം എഴുതിയിട്ടുണ്ട്, എൻ്റെ അടുക്കൽ വരുന്നവന് ഒരിക്കലും വിശക്കുകയുമില്ല, ദാഹിക്കുകയുമില്ല എന്നും, ജീവൻ്റെ ജലമാണ് എന്ന് യേശു പറയുകയാണ്. അപ്പോൾ അവർ യേശുവിനെതിരെ പെറുപെറുത്തു. യേശു വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നതിനെക്കുറിച്ചും യേശുവിൻ്റെ ശരീരരക്തങ്ങൾ മനുഷ്യ ശരീരമല്ല, അത് ജീവൻ്റെ രക്തമാവും ജീവൻ്റെ ശരീരവുമാക്കി മാറ്റുന്ന രൂപാന്തരീകരണത്തെക്കുറിച്ചൊക്കെയാണ് യേശു സംസാരിച്ചത്. പക്ഷേ അവർ മനുഷ്യ ശരീരമായി തന്നെ കണക്കാക്കി യേശുവിനെതിരെ അവർ പെറുപെടുത്തു. എന്നിട്ട് പറയുന്നു, ഇവൻ ജോസഫിൻ്റെ മകനായ യേശുവല്ലേ? ഇവൻ്റെ അമ്മ മറിയമല്ലേ? ഇവൻ്റെ ആളുകളൊക്കെ നമ്മുടെ കൂടെ താമസിക്കുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. യേശുവിനെ സ്വീകരിക്കാൻ അവർക്ക് മടി ഉണ്ടാവുകയാണ്. കാരണം അവർ മടിക്കുന്നത് യേശുവിൻ്റെ ശരീരം ഭക്ഷിക്കണമെന്ന് പറയുന്നതുകൊണ്ടാണ്. 5 അപ്പം ഒരു ബാലൻ്റെ കയ്യിലുണ്ടായിരുന്നത് യേശുവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. യേശു അതെടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി വാഴ്ത്തി 5000 പേർക്ക് ഭക്ഷിക്കാൻ കൊടുത്തു. അതൊന്നും അവർക്കൊരു തർക്കമില്ല. അവർ യേശുവിൻ്റെ പുറകെ വലിയ ജനാവലി പിന്നെയും അന്വേഷിച്ചു പോയി. കടലിൻ്റെ മറുകരയെ വെച്ച് കണ്ടപ്പോൾ, ഗുരു അങ്ങ് എവിടെയായിരുന്നു? ഞങ്ങൾ അങ്ങയെ എവിടെയൊക്കെ അന്വേഷിച്ചു എന്നൊക്കെ അവർ പറഞ്ഞതാണ്. പക്ഷെ ഇപ്പോൾ അവർക്ക് യേശുവിനെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. യേശുവിനെ അവർക്ക് വേണ്ട. അവർ പെറുപെറുക്കുകയാണ്. കാരണം എന്താണ്? യേശുവിൻ്റെ ശരീരമാണ് മുൻകുറിയായി സ്വർഗത്തിൽ ദൈവം ഇസ്രായേൽ ജനത്തിന് കൊടുത്ത മന്ന. ആ മന്ന ചെപ്പിനകത്ത് സൂക്ഷിക്കപ്പെട്ടതൊക്കെയും ദൈവത്തിൻ്റെ പ്രാതിനിധ്യമാണ്, ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. അത് കഴിച്ചവരൊക്കെയും വീണ്ടും ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. എന്നാൽ യേശുവിൻ്റെ അപ്പവും യേശു നൽകുന്ന രക്തവും കഴിക്കുന്നവരാരും ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടാലും നിത്യമായി ജീവിക്കുമെന്ന് യേശു പറയുമ്പോൾ ആ ശരീരം എങ്ങനെ ഭക്ഷിക്കണമെന്നുള്ള ആ ഒരു വലിയ തർക്കത്തിൽ അവരാവുകയാണ്. ജോസഫിൻ്റെ മകനല്ലേ എന്നൊക്കെ ഇവർ പറയുമ്പോൾ, പ്രിയമുള്ളവർ, നമ്മൾ മനസ്സിലാക്കേണ്ടത് യെശയ്യാപ്രവാചകന്റെ പുസ്തകം 54-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നത്, അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകും. അപ്പോൾ യേശു പറയുന്നത്, എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആരും എൻ്റെ അടുക്കൽ വരുന്നില്ല. എല്ലാവരും
ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകുമെന്ന് പ്രവാചക ഗ്രന്ഥങ്ങളിൽ എഴുതിയിരിക്കുന്നു. ആരെങ്കിലും പിതാവിനെ കണ്ടിട്ടുണ്ടെന്നല്ല ഇതിനർത്ഥം. ദൈവത്തിൽ നിന്നുള്ളവൻ മാത്രമേ പിതാവിനെ കണ്ടിട്ടുള്ളൂ. എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആരും എൻ്റെ അടുക്കൽ വരുന്നില്ല. 42 മുതൽ 45 വരെ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ വ്യക്തമാണ്. നമുക്ക് യേശുവിനെ കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ യേശുവിൻ്റെ അടുക്കലേക്ക് ദൈവം നമ്മളെ ആകർഷിച്ച് കൊണ്ടുവന്ന് എത്തിക്കണം. അതുകൊണ്ട് എല്ലാവർക്കും യേശുവിനെ മനസ്സിലാകാൻ സാധിച്ചെന്ന് വരില്ല. മനസ്സിലാകാത്തത് കൊണ്ട് യേശുവിൻ്റെ ജീവിതത്തെയോ യേശു നമുക്ക് നൽകിയിരിക്കുന്ന നിത്യരക്ഷയോ അവഗണിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഇനി ആരെങ്കിലും അങ്ങനെ അവഹേളിക്കുകയോ പുച്ഛിക്കുകയോ ചെയ്താൽ നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം എന്താണ്? അവർ ദൈവത്തെ അറിയാൻ സമയമായിട്ടില്ല. ഹല്ലേലൂയ. അവർക്ക് ദൈവത്തെ അറിയുവാനായിട്ടുള്ള സമയമായിട്ടില്ല. അതാണ് അതിൻ്റെ കാരണം. അപ്പോൾ അതുകൊണ്ട് സമയമാകുന്നതിന് മുമ്പ് നമ്മളെ ആരെങ്കിലും ബുദ്ധിമുട്ടിക്കാനോ പ്രശ്നങ്ങളുണ്ടാക്കാനൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെക്കുറിച്ചൊന്നും വ്യാകുലപ്പെടേണ്ട, അതിനെക്കുറിച്ചൊന്നും നമ്മൾ ഒത്തിരി അസ്വസ്ഥപ്പെടേണ്ട. അതെല്ലാം വഴിയെ കൃത്യമായി കർത്താവ് നമ്മളെ നയിച്ചുകൊള്ളും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ഓർക്കുക, ക്രിസ്തുവിൽ വിശ്വസിക്കുകയും ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുകയും ചെയ്യുക. യൗസേപ്പിൻ്റെ മകനല്ലേ എന്ന് അവർ ചോദിക്കുമ്പോൾ തീർച്ചയായും അങ്ങനെയാണല്ലോ. യൗസേപ്പിൻ്റെ മകനായിട്ടാണ് ഭൂമിയിൽ യേശു ജനിച്ചത്. അപ്പോൾ ജനനം എങ്ങനെ എന്നുള്ളതിനേക്കാൾ ഉപരി പ്രവർത്തനവും വിശ്വാസവും എങ്ങനെയുള്ളത് എന്ന് പരിശോധിക്കുക. ജനനം ആരുടെ അടുക്കൽ നിന്നാണ് എന്നുള്ളതല്ല, ജനനം എങ്ങനെയാണ്. ജനനം ഒരുപക്ഷെ ചിലപ്പോൾ വളരെ താഴ്ന്ന നിലവാരത്തിലായിരിക്കാം, വളരെ ദരിദ്രാവസ്ഥയിലായിരിക്കാം. പക്ഷേ ചിന്ത ഉയർന്നതാണോ, പ്രവർത്തനങ്ങൾ സ്വർഗത്തിന് തക്ക വിധത്തിലുള്ളതാണോ എങ്കിൽ എല്ലാവരും ദൈവത്തിൽ നിന്ന് ഉള്ളവരാണെന്ന് തിരിച്ചറിയണം. ഹല്ലേലൂയ. നമുക്ക് ആ ഭാഗം വിടാം. വീണ്ടും നമ്മൾ പഴയ നിയമത്തിലേക്ക് വരികയാണ്. ഉൽപ്പത്തി പുസ്തകം 37-ാമത്തെ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അതിൽ 5 മുതൽ 11 വരെ വാക്യങ്ങളാണ് വായിക്കുന്നത്. അതും ഒരു വെളിപാടാണ്. അതും ഒരു യൗസേപ്പിനുണ്ടായ വെളിപാടാണ് അവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. എന്താണ്? യാക്കോബിൻ്റെ മക്കളിൽ യൗസേപ്പിനുണ്ടായ വെളിപാട്. സ്വപ്നം കാണുകയാണ്. യൗസേപ്പിൻ്റെ സ്വപ്നത്തിൻ്റെ ചുരുക്കം എത്രയാണ്? യൗസേപ്പിൻ്റെ അടുക്കൽ എല്ലാവരും അവനെ വന്ദിക്കും, അവനെ കുമ്പിടുമെന്ന് പറയുന്ന സ്വപ്നമാണ്. അപ്പോൾ സഹോദരന്മാർക്ക് അവനോട് അസൂയ തോന്നി. പക്ഷെ അവൻ്റെ പിതാവാകട്ടെ വാക്കുകളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു വെച്ചു എന്നാണ് 11-ാമത്തെ വാക്യം പറയുന്നത്. പ്രിയമുള്ളവരെ, ഒരു കുടുംബത്തിൽ എത്ര പേരുണ്ടായി എന്നുള്ളതല്ല, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവൻ, ദൈവത്താൽ വിളിക്കപ്പെട്ടവൻ ദൈവിക കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അവനോട് ബഹളമുണ്ടാക്കാതെയും അവനോട് അസൂയ ഉണ്ടാക്കാതെയും അംഗീകരിക്കുക എന്നുള്ളതാണ് പ്രിയമുള്ളവരെ പരമപ്രധാനമായ കാര്യമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആ പരമപ്രധാനമായ കാര്യത്തിലേക്ക് നമ്മൾ വളരെ വ്യക്തമായി തന്നെ പ്രവേശിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ നമ്മൾ വചനം നിറവേറും, നമ്മൾ ഒരുപാട് വില കൊടുക്കേണ്ടവർ. ഇവിടെ വചനം നിറവേറി. യൗസേപ്പിൻ്റെ അടുക്കൽ ഇവൻ്റെ സഹോദരങ്ങളെല്ലാവരും ഇവൻ്റെ പിതാവൊക്കെ ചെന്ന് വണങ്ങി യൗസേപ്പിനെ. കാരണം യൗസേപ്പിനെ കഷ്ടതയിൽ നിന്ന് അത്രമാത്രം ദൈവം അവനെ ഉയർത്തി. യൗസേപ്പിൻ്റെ കഥ നമുക്കറിയാം. അതുകൊണ്ട് നമുക്ക് ആ ഭാഗം വിടാം. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഈ വിശുദ്ധ കുർബാനയ്ക്ക് ഒരുങ്ങുന്ന ഈ ധ്യാനത്തിൽ നമ്മൾ ചുമ്മാ ചാടിക്കേറി ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അതിനെതിരെ കയറി നമ്മൾ എന്താ പറയുന്നത്, എതിരഭിപ്രായങ്ങളൊന്നും പറയേണ്ട, അല്ലെങ്കിൽ ഈ അസൂയപ്പെടേണ്ട എന്ന ഒരു ധ്യാനമാണ് നമുക്കതിലൂടെ തരുന്നത്. വചനം എന്തായാലും ഒരു മനുഷ്യനെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി എന്തായാലും നിറവേറിയിരിക്കുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വളരെ വ്യക്തമാണ് ആ ഭാഗം. നമുക്ക് ആ ഭാഗത്ത് നിന്ന് വിടാം. പഴയ നിയമത്തിൽ 2-ാമത്തെ വായന യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 45-ാം അധ്യായത്തിൻ്റെ 18 മുതൽ വാക്യങ്ങളാണ്.
അതെങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? 15-ാം അധ്യായം 45-ാം അധ്യായത്തിൻ്റെ 18 മുതൽ, ഞാനാണ് കർത്താവ്, ഞാനല്ലാതെ മറ്റൊരുവനില്ല എന്ന് ആകാശം സൃഷ്ടിച്ച കർത്താവ് അരുളി ചെയ്യുന്നു. പ്രിയമുള്ളവരെ, അത് 46-2 വരെ നമ്മൾ വായിക്കുമ്പോൾ ലോകത്തിൻ്റെ നിയന്താവ് ദൈവമാണ് എന്ന് വളരെ വ്യക്തമായി പറയുകയാണ്. 46-ന്റെ 2-ാമത്തെ വാക്യം വരെ നമ്മൾ വായിക്കുമ്പോൾ എന്താ പറയുന്നത്? ദൈവത്തിനെതിരെ നിൽക്കുന്ന എല്ലാ പൈശാചിക ബന്ധനങ്ങളും എല്ലാ ദേവസങ്കല്പങ്ങളും തരിപ്പണമാകുമെന്നുള്ളതാണ്. വ്യാജദേവന്മാരുടെ പതനമാണ്. ദൈവത്തെ ദൈവമാണെന്ന് കണ്ട് മഹത്വീകരിക്കുകയോ ദൈവത്തിന് വേണ്ട ബഹുമാനം കൊടുക്കുകയോ ചെയ്യാതെ ഞാനാണ് ദൈവമെന്ന് പറഞ്ഞ് ഇറങ്ങുന്നവരെല്ലാം അധപ്പതിക്കുമെന്നാണ് പറയുന്നത്. ബേൽ മുട്ടുമടക്കുന്നു, നെബോ കുമ്പിടുന്നു, അവരുടെ വിഗ്രഹങ്ങൾ കന്നുകാലികളുടെയും മൃഗങ്ങളുടെയും മേൽ വച്ചിരിക്കുന്നു, അവ കുനിഞ്ഞ് കുമ്പിട്ടു പോകുന്നു, അവയെ ഭാരത്തിൽ നിന്ന് രക്ഷിക്കാനാവാതെ അവരും അടിമത്തത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ്. ആ പ്രിയമുള്ളവരെ, അതുകൊണ്ട് ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ. ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം നിറവേറുമെന്ന് വളരെ വ്യക്തമായി ഈ ഭാഗത്ത് നമ്മൾ വായിക്കുകയാണ്. വീണ്ടും നമ്മൾ കുർബാനയ്ക്കുള്ള ലേഖനങ്ങളിലേക്ക് വരുമ്പോൾ പത്രോസിൻ്റെ 1-ാമത്തെ ലേഖനം 2-ാമത്തെ അധ്യായം 1 മുതൽ 10 വരെ വാക്യങ്ങളാണ് നമ്മൾ ധ്യാനിക്കുന്നത്. 1 മുതൽ 10 വരെ വാക്യങ്ങൾ വളരെ വ്യക്തമായി പറയുന്നൊരു കാര്യമാണ്. നമ്മൾ രാജകീയ പൗരോഹിത്യ വരമുള്ളവരും വിശുദ്ധ ജനപദമാണെന്നും പിന്നെ എന്താ പറയുന്നത്, നമ്മളെ വിളിച്ച് വേർതിരിക്കപ്പെട്ടവരാണെന്നൊക്കെ പറയുന്നു. അതുകൊണ്ട് ഇതിൻ്റെ ആരംഭം തന്നെ പറയുന്നത് എല്ലാ തിന്മയും വഞ്ചനയും കാപട്യവും അസൂയയും അപവാദവും ഉപേക്ഷിക്കുവിൻ, രക്ഷയിലേക്ക് വളർന്നു വരേണ്ടതിന് നിങ്ങൾ പരിശുദ്ധവും ആത്മീയവുമായ പാലിനു വേണ്ടി ഇളം പൈതങ്ങളെപ്പോലെ ദാഹിക്കുവിൻ, കർത്താവ് നല്ലവനാണെന്ന് നിങ്ങൾ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടല്ലോ, രുചിച്ച് അറിഞ്ഞിട്ടുണ്ടല്ലോ എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സജീവശിലയായ ക്രിസ്തുവിലാണ് നമ്മളായിരിക്കുന്നതെന്നുള്ള ഒരു വിചാരം ഇന്നത്തെ ഈ വായനയിലൂടെ നമുക്ക് നൽകുകയാണ്. നമ്മൾ എന്താണ് വിശ്വസിക്കുന്നത്, നിങ്ങൾക്കത് അഭിമാനമാണ്. വിശ്വസിക്കാത്തവർക്ക് പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നുവെന്നും അതവർക്ക് തട്ടിവീഴ്ത്തുന്ന കല്ലും ഇടർച്ചകളുള്ള പാറയുമായിരിക്കും. എന്തെന്നാൽ വചനത്തെ ധിക്കരിക്കുന്നവർ വിധിക്കപ്പെട്ടിരിക്കുന്നത് പോലെ തട്ടിവീഴുന്നു. എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ട ക്രിസ്ത്യാനികളുടെ മഹത്വത്തെക്കുറിച്ച് പറയുകയാണ്. തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത ഗണവും വിശുദ്ധ ജനതയും ദൈവത്തിൻ്റെ സ്വന്തം ജനവുമാണ്. അതുകൊണ്ട് ക്രിസ്ത്യാനിക്ക് ഇത്രയും മഹത്വം നൽകിയിരിക്കുന്നതുകൊണ്ട് ക്രിസ്ത്യാനി യേശുക്രിസ്തു പറയുന്നത് പോലെ, യേശുക്രിസ്തു കൽപ്പിച്ചിരിക്കുന്ന പോലെ ജീവിക്കുന്നില്ലെങ്കിൽ അവൻ ക്രിസ്ത്യാനി അല്ലാതെയാകുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. മാനസാന്തരപ്പെടണമെന്നൊക്കെ യേശു പറയുന്നതിൻ്റെ കാരണം അതാണ്. ധൂർത്തപുത്രൻ്റെ ഉപമയിലൂടെയൊക്കെ മാനസാന്തര അനുഭവം പറയുന്നതിൻ്റെ കാരണം അതാണ്. അനുതപിച്ചില്ലെങ്കിൽ നിങ്ങളും ഇങ്ങനെ ഒരുപോലെ നശിച്ചു പോകുമെന്ന് യേശു പറയുന്നതിൻ്റെയൊക്കെ കാരണം അതാണ്. അപ്പോൾ അനുതാപം പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് എന്താ പറയുന്നത്, ഇളം പൈതങ്ങളെപ്പോലെ ദാഹിക്കുവനെന്ന് പറയുന്നത് വചനത്തിനു വേണ്ടി, വിശുദ്ധിക്ക് വേണ്ടി, രക്ഷയിലേക്ക് വളരുന്നതിനു വേണ്ടി നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം. കർത്താവ് വിശുദ്ധിയും ജ്ഞാനവും ഒക്കെ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കാം. വീണ്ടും 2-ാമത്തെ ലേഖനത്തിൽ 2-ാമത്തെ വായന ഗലാത്യ ലേഖനമാണ്. ഗലാത്യർ 1-11 മുതൽ 24 വരെ ആണ് വായിക്കുന്നത്. നമ്മൾ അപ്പോസ്തലനാകാനുള്ള വിളിയെക്കുറിച്ചാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോസ്തലനാകാനുള്ള വിളിയെക്കുറിച്ചാണ് നമ്മളോട് പൗലോസ്ലീഹ സംസാരിക്കുന്നത്. ഒന്നാമത് പറയുന്നത് 11-ാമത്തെ സഹോദരൻ, ഞാൻ പ്രസംഗിച്ച സുവിശേഷം മാനുഷികമല്ല എന്ന് നിങ്ങളെ ഞാൻ അറിയിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അപ്പോസ്തലനാകാനുള്ള വിളിയും തിരഞ്ഞെടുപ്പും ഒപ്പം തന്നെ അതിൻ്റെ പ്രത്യുത്തരങ്ങളൊക്കെയാണ് അവിടെ പൗലോസ്ലീഹ പറയുന്നത്. ഒന്ന്, യഹൂദനായിരിക്കുമ്പോൾ തീഷ്ണമതിയായിരുന്നു, പിതാക്കന്മാരുടെ പാരമ്പര്യത്തിൽ എല്ലാവരെക്കാളും മുമ്പിലാണ് പോയിരുന്നത്. എന്നാൽ മാതാവിൻ്റെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ ദൈവം എന്നെ പ്രത്യേകം തിരഞ്ഞെടുത്തു, തൻ്റെ കൃപയാൽ അവിടുന്ന് എന്നെ വിളിച്ചു എന്ന് പറയാണ്. യഹൂദന്മാരുടെ കൂട്ടത്തിലായിരുന്നപ്പോൾ ദൈവിക കാര്യങ്ങളിൽ തീഷ്ണതയുള്ളവനായിരുന്നു. എന്നാൽ താൻ പോകുന്ന വഴികൾ, അല്ലെങ്കിൽ താൻ ചെയ്തുകൊണ്ടിരുന്ന വഴികളല്ല കൃത്യം
അത് യേശുക്രിസ്തുവിൻ്റെ വഴി അല്ലായിരുന്നു എന്ന് യേശുക്രിസ്തു തന്നെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന അനുഭവം പൗലോസ്ലീഹായ്ക്കുള്ളത് നമ്മൾ അപ്പോസ്തല പ്രവർത്തനത്തിൽ വായിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് പ്രിയമുള്ളവർ, ഇവിടെ പറയുന്നു അത് അവിടുത്തെ പുത്രനെ പറ്റി വിജാതിയരുടെ ഇടയിൽ പ്രസംഗിക്കാൻ അവനെ എനിക്ക് വെളിപ്പെടുത്തി തരേണ്ടതിനായിരുന്നു. തൻ്റെ വിളി എന്താണെന്നും തൻ്റെ ദൗത്യം എവിടെയാണെന്നും കൃത്യമായി പൗലോസിന് മനസ്സിലായി. വിജാതിയരുടെ ഇടയിൽ ദൈവത്തെക്കുറിച്ച് സംസാരിക്കേണ്ടതിനാണ് തന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത്, തന്നെ വിളിച്ചിരിക്കുന്നത് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു വിളി കിട്ടിയപ്പോൾ സ്വന്തപ്പെട്ടവരോടോ ബന്ധപ്പെട്ടവരോടോ സുഹൃത്തുക്കളോടോ അധികാരികളോ അങ്ങനെയൊന്നും ആലോചനയ്ക്ക് നിന്നില്ല. അതാണ് ഒരു പ്രത്യേകത. ഇന്ന് നമ്മൾ വായിക്കുന്ന സുവിശേഷത്തിൻ്റെ പ്രത്യേകത ഇതാണ്. പരിശുദ്ധ കന്യക മറിയാമിന് അങ്ങനെ ഒരു ദൈവവിളി തിരഞ്ഞെടുപ്പ് ഉണ്ടായപ്പോൾ വേറെ ആരോടും ആലോചിച്ചില്ല. അങ്ങനെ ആലോചിച്ചിരുന്നുവെങ്കിൽ ഇന്നത്തെ ഈ വായനയ്ക്ക് പ്രസക്തിയില്ല. ആലോചിച്ചാൽ ഒരു പക്ഷേ നടക്കണമെന്നും നിർബന്ധമില്ല. അതുകൊണ്ട് ഇന്നത്തെ വായനയുടെ പ്രത്യേകത, തിരഞ്ഞെടുക്കപ്പെടുന്നവർ, ദൈവത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നവർ ആര് തന്നെയായിരുന്നാലും, അവരെത്ര പണ്ഡിതനായാലും എത്ര പാവപ്പെട്ടവനായാലും മൂന്നാമതൊരാളുടെ ആലോചനയ്ക്ക് ആവശ്യമില്ല എന്നുള്ളതാണ് ഇവിടെ കാണിച്ചു തരുന്നത്. എന്നാൽ കൂട്ടായ്മ വേണം, കൂട്ടായ്മയുടെ കരം വേണം, നേതൃത്വത്തെ അംഗീകരിക്കണം, നേതൃത്വത്തെ അനുസരിക്കണമെന്ന് പൗലോസ്ലീഹ പറയുന്നുണ്ട്. കാരണം എന്താണ്? എനിക്ക് മുമ്പ് അപ്പോസ്തലന്മാരായവരെ കാണാൻ ഞാൻ ജെറുസലേമിലേക്ക് പോയതുമില്ല, മറിച്ച് ഞാൻ അറേബ്യയിലേക്ക് പോവുകയും ദമസ്കോസിലേക്ക് തിരിച്ചു വരികയും ചെയ്തു. 3 വർഷത്തിന് ശേഷം കേപ്പായെ കാണാൻ ഞാൻ ജെറുസലേമിലേക്ക് പോയി, അവനോടൊത്ത് 15 ദിവസം താമസിക്കുകയും ചെയ്തു. അപ്പോൾ കൂട്ടായ്മ വേണം, നേതൃത്വത്തെ അനുസരിക്കണം, കൂട്ടായ്മയുടെ കരം നീട്ടപ്പെടണം. പക്ഷേ വിളി കിട്ടിയാൽ, ഞാൻ യേശു തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ 2 പേരോട് പറഞ്ഞു, 3 പേരുടെ കാര്യം പറയുന്നില്ലേ? ഒന്ന്, നീ എന്നെ അനുഗമിക്കുക എന്ന് പറയുന്നു. അവൻ പറയുന്നു, ഞാൻ എൻ്റെ അപ്പനെ സംസ്കരിച്ചിട്ട് വരാം. രണ്ടാമതൊരുത്തരും പറയുന്നു, ഞാൻ നിന്നെ അനുഗമിക്കാം, പക്ഷെ എൻ്റെ മാതാപിതാക്കന്മാരോട് അനുവാദം ചോദിക്കണം. ഇങ്ങനെയുള്ള വ്യക്തിത്വങ്ങളുണ്ട്. ദൈവം വിളിച്ചുവെങ്കിലും പല തടസ്സങ്ങൾ കൊണ്ട് ഇന്നുവരെയും ദൈവവേല ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. അവിടെ പൗലോസ്ലീഹ പറയാണ്, വിളിച്ചു എന്നുള്ള ഇത് സത്യമാണെങ്കിൽ മറ്റാരുടെയും ആലോചനയ്ക്ക് നിൽക്കേണ്ട ആവശ്യമില്ല. എളിമ വേണം, വിനയം വേണം, കൂട്ടായ്മ വേണം, നേതൃത്വത്തെ അംഗീകരിക്കണം, നേതൃത്വത്തെ അനുസരിക്കണം. പക്ഷേ എല്ലാറ്റിനെ തല ക്രിസ്തു ആകിയാൽ വിളിച്ചവൻ്റെ പിന്നാലെ പോവുക എന്നുള്ളതാണ്. അതുകൊണ്ട് പൗലോസ്ലീഹ ഒരുങ്ങാൻ പോയി. ഈ വിളി പൂർണ്ണമാകാൻ വേണ്ടി 3 വർഷം പ്രാർത്ഥിച്ചൊരുങ്ങി അറേബ്യയിലേക്ക് പോയി. 3 വർഷം കഴിഞ്ഞാണ് കേപ്പായെ കാണാൻ ജെറുസലേമിലേക്ക് തിരിച്ചു വരുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒരു ദൈവ പ്രവർത്തനം നമുക്ക് ചെയ്യണമെങ്കിൽ ഒരുപാട് പ്രാർത്ഥന വേണം, ഒരുപാട് ധ്യാനം വേണം. നമ്മൾ അടങ്ങിയൊതുങ്ങിയിരുന്ന് ഒത്തിരി ധ്യാനിക്കണം പ്രിയമുള്ളവരെ. അതുകൊണ്ട് നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. പൗലോസ്ലീഹായ്ക്കുണ്ടായ വെളിപാടും യോസേഫിനുണ്ടായ വെളിപാടൊക്കെ നമ്മൾ ധ്യാനിച്ചു പോരുകയാണ്. പഴയ നിയമത്തിലെ പൂർവ്വപിതാവായ യോസേഫിനുണ്ടായ വെളിപാട് നമ്മൾ ധ്യാനിച്ചു പോന്നു. ഈ വെളിപാടുകളെല്ലാം നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് വായിച്ചു കേട്ടു. എന്താണ് വായിച്ചു കേട്ടത്? നമ്മളെ നിയന്ത്രിക്കുന്നത് ലോകത്തിൻ്റെ ഏക നിയന്താവ് ദൈവം മാത്രമാണ്. ബാക്കി ഏതിൻ്റെ പുറകെ പോയാലും എല്ലാം തകർന്ന് തരിപ്പണമാകുമെന്നും നമ്മൾ വായിച്ചു കേട്ടു. മാത്രമല്ല, യഥാർത്ഥ ക്രിസ്ത്യാനിയുടെ മഹത്വം, യഥാർത്ഥ ക്രിസ്ത്യാനിക്ക് ലോകത്ത് ഒരുപാട് സങ്കടങ്ങളുണ്ട്, ഒരുപാട് ദുഃഖമുണ്ട്, ഒരുപാട് പ്രശ്നമുണ്ട്, ജീവൻ വരെ വിലയൊടുക്കേണ്ടതുണ്ട്. പക്ഷേ അവൻ്റെ മഹത്വം, അവൻ വിശുദ്ധ ജനപദമാണ്, രാജകീയ പുരോഹിത വർഗമാണ്, ക്രിസ്തുവിനോടുകൂടിയാണ് അവൻ്റെ വാസം എന്നുള്ള തിരിച്ചറിവാണ് അവനെ ഈ ത്യാഗപ്രവൃത്തിയിലേക്ക്, വിശ്വാസ ജീവിതത്തിലേക്ക് നയിക്കുന്നതെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം പ്രിയമുള്ളവരെ. അതുകൊണ്ട് നമുക്ക് വീണ്ടും യോസേഫിനുണ്ടായ വെളിപാടെന്ന് പറയുന്ന ആ ഭാഗത്തേക്ക് നമുക്ക് യഥാർത്ഥ എവൻഗേലിയോൻ, കുർബാനയുടെ എവൻഗേലിയോനിലേക്ക് നമുക്ക് പ്രവേശിക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 25 വരെ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ചാണ് അവിടെ പ്രതിപാദിക്കുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 7 വരെ വാക്യങ്ങൾ അങ്ങനെ പറയുന്നുണ്ട്. യേശുക്രിസ്തുവിൻ്റെ ജനനം ഇപ്രകാരമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. അവൻ്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുമ്പ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു.
എൻ്റെ ഭർത്താവായ ജോസഫ് നീതിമാനാകയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായികയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കെ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ദാവീദിൻ്റെ പുത്രനായ ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. ഹല്ലേലൂയ. എൻ്റെ പ്രിയമുള്ളവരെ, അവൻ നീതിമാനാകയാലും, ഈ വാക്കാണ് നമ്മൾ എടുക്കേണ്ടത്. അവൻ നീതിമാനാകയാലും. എന്താണ് അവൻ്റെ നീതി എന്ന് ചോദിച്ചാൽ, നിയമാവർത്തന പുസ്തകം വായിക്കുമ്പോഴാണ് യോസേപ്പിൻ്റെ നീതി എന്താണെന്ന് മനസ്സിലാക്കുന്നത്. നിയമാവർത്തന പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 20-21 വാക്യങ്ങളിൽ പറയുന്നത് ഇങ്ങനെയാണ്: യുവതിയിൽ കന്യത്വത്തിൻ്റെ അടയാളം കണ്ടില്ലെങ്കിൽ അവർ ആ യുവതിയെ അവളുടെ പിതൃഭവനത്തിൻ്റെ വാതിൽക്കൽ കൊണ്ടുപോകുകയും അവളുടെ നഗരത്തിലെ പുരുഷന്മാർ അവളെ കല്ലെറിഞ്ഞു കൊല്ലുകയും ചെയ്യണം. ഇതാണ് നിയമം. ദൈവം തന്നെ കൊടുത്ത നിയമമാണ്. അവിഹിതമായി വ്യഭിചാരത്താൽ ഗർഭിണിയായിരിക്കുന്ന സ്ത്രീകളെ പിടിച്ച് ഇങ്ങനെ ചെയ്യണമെന്ന് ദൈവം തന്നെ പറഞ്ഞിരിക്കുന്ന ഈ വലിയ ഒരു നിയമത്തിൻ്റെ മുമ്പിലാണ് ഈ ഒരു വലിയ നിയമം അവിടെ വളരെ കാർക്കശ്യമായി നിലനിൽക്കുന്ന സമയത്താണ് മാതാവ് ഗർഭം ധരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഒരാൾ ദൈവത്തിൻ്റെ സ്വരം കേട്ടാൽ മുമ്പും പിമ്പും നോക്കൂല എന്നുള്ളതിൻ്റെ പൂർണ്ണമായ അനുഭവമാണിത്. പൗലോസ്ലീഹ പറഞ്ഞതുപോലെ മുമ്പോട്ടോ പിമ്പോട്ടോ നോക്കിയില്ല. യഹൂദ മതത്തിലുള്ളവരോട് ചോദിച്ചില്ല. മുമ്പ് ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച ലീഡർമാരോട് ചോദിച്ചില്ല. ആരോടും ചോദിക്കാതെ ആ വിളിക്ക് ഇതാ കർത്താവിൻ്റെ ദാസൻ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ ധ്യാനത്തിനായി പോയി എന്നാണ് പറയുന്നത്. ഇവിടെ മാതാവും അങ്ങനെ തന്നെ ചെയ്തു. അപ്പോൾ ഈ മറിയത്തെ ഉപേക്ഷിക്കാൻ, ഈ മറിയം നിഷ്കളങ്കമാണെന്ന് യോസേപ്പിന് അറിയാം. പക്ഷെ ഇതെങ്ങനെ സംഭവിച്ചു എന്നറിയില്ല. അതുകൊണ്ട് ഇങ്ങനെയൊരു അപമാനത്തിനോ ഇത്രയും ക്രൂരമായൊരു മരണത്തിനോ ഏൽപ്പിക്കാൻ യോസേപ്പിന് പറ്റുന്നില്ല. കാരണം യോസേപ്പ് നീതിമാനാണ്. അതുകൊണ്ടത് രഹസ്യമായി തന്നെ സൂക്ഷിക്കുവാൻ തീരുമാനിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ കുറച്ചും കൂടി മുന്നോട്ട് വിവാഹം നീട്ടിക്കൊണ്ടു പോകാം എന്ന് തീരുമാനിക്കുകയോ, അല്ലെങ്കിൽ ഏതെങ്കിലും രഹസ്യ സ്ഥലത്ത്, നമ്മൾ ചില ഗ്രന്ഥങ്ങളിലൊക്കെ വായിച്ചു കേട്ടിട്ടുണ്ടല്ലോ, ഈ വ്യഭിചാര കുറ്റത്താൽ ഗർഭിണിയാകുന്ന സ്ത്രീകൾ ഈ നിയമം കർക്കശമായിട്ടുള്ളത് കൊണ്ട് അവർ പല മലഞ്ചെരുവുകളിലും ഗുഹകളിലൊക്കെ പോയി പ്രസവിച്ചിരുന്നു, ആരും അറിയാത്തിടത്തേക്കൊക്കെ പോയിരുന്നു എന്നൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ. ബൈബിളിലില്ലെങ്കിലും പുറത്തു നിന്നുള്ള പുസ്തകങ്ങളിലൊക്കെ നമ്മൾ അങ്ങനെ വായിച്ചിട്ടുണ്ട്. ഞാനും വായിച്ചിട്ടുണ്ട് 1-2 ഇടത്തൊക്കെ. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു രഹസ്യ ഉപേക്ഷിക്കലായിരിക്കാം യോസേപ്പ് ചിന്തിക്കുന്ന ആ രാത്രി എന്ന് നമുക്ക് അനുമാനിക്കാം. എന്തായാലും മറിയത്തെ അപമാനിച്ചു വിടാൻ തയ്യാറാകുന്നില്ല എന്ന് ഈ ഓരോ പുരുഷന്മാരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് പോലും ഭാര്യമാരെ മറ്റുള്ളവരുടെ മുമ്പിൽ ചെറുതാക്കി പറയുകയും ആക്ഷേപിക്കുകയും ഒക്കെ ചെയ്യുന്നവർ ശ്രദ്ധിക്കുക. താൻ നീതിമാനാണോ? തനിക്ക് തന്നെ മനസ്സിലാകാത്ത ഒരു വിഷയത്തിൻ്റെ മുമ്പിൽ ഇത്രയും വലിയൊരു ഒരു ഭാര്യ താനറിയാതെ ഗർഭം ധരിക്കപ്പെട്ടു എന്ന് പറയുന്ന ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്ത, ഒട്ടും സഹിക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണല്ലോ പുരുഷന്മാർക്കത്. പുരുഷന്മാരൊട്ടും സഹിക്കില്ല. സ്ത്രീകൾ പിന്നെയും പുരുഷന്മാരുടെ തെറ്റുകളെ ക്ഷമിക്കുമെന്നാണ് അനുഭവത്തിലൂടെ ഈ ചരിത്രം പറയുന്നത്. പല സ്ത്രീകളും കൗൺസിലിങ്ങിനൊക്കെ വരുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഭർത്താവിനിങ്ങനെ അവിഹിതമായ ജീവിതമുണ്ടായിരുന്നു, അവിഹിതമായ രീതിയിൽ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ പിന്നീട് കേട്ടു. പക്ഷേ ഞാൻ അദ്ദേഹത്തെ വിശ്വസിക്കുന്നു, എന്നെ ദൈവം ഏൽപ്പിച്ച ഒരു വ്യക്തിയായിട്ട് ഞാൻ കണക്കാക്കുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതം ഞാൻ പ്രശ്നം നോക്കുന്നില്ല. എന്നെ ദൈവം ഏൽപ്പിച്ച ഒരു വ്യക്തി എന്നുള്ള മാത്രമേ ഞാൻ ദൈവത്തിലേക്ക് നോക്കുള്ളൂ എന്ന് പല സഹോദരിമാരും പറയുന്നത് കേൾക്കാനിടയായിട്ടുണ്ട്. പക്ഷേ ഇന്നവരെ ഒരു പുരുഷൻ
എൻ്റെ ഭാര്യ ഇങ്ങനെ ഗർഭം ധരിച്ചു, ഞാൻ വിവാഹം കഴിച്ചതിന് ശേഷം അന്യപുരുഷനുമായി അല്ലെങ്കിൽ വിവാഹ നിശ്ചയം കഴിഞ്ഞതിന് ശേഷം അവൾ ഗർഭിണിയാണെന്ന് അറിഞ്ഞു, എനിക്ക് പൂർണ്ണമായി ഉൾക്കൊണ്ടു പോകാൻ പറ്റുന്നില്ല, പറ്റുന്നുണ്ടെന്നോ അല്ലെങ്കിൽ പറ്റിയിട്ടില്ല എന്നോ ഒന്നും പറയാൻ പുരുഷന്മാർ തുനിഞ്ഞിട്ടില്ല. പുരുഷന്മാർ ചാടിക്കയറി ഡിവോഴ്സിനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നത്. എനിക്കാകെ അങ്ങനെ ഒരു അനുഭവത്തിൽ എൻ്റെ ഒരു സുഹൃത്തിനോട് ഒരിക്കൽ പറഞ്ഞു, ഒരു സ്ത്രീയെ പണ്ട് ബലാത്കാരത്തിന് ഇടയായി അവളെ റേപ്പ് ചെയ്തു കുറച്ച് ആളുകൾ. പക്ഷെ പിന്നീട് അവൾ മോശക്കാരിയായിട്ട് ലോകം ചിത്രീകരിച്ചു. ഈ സുഹൃത്തിൻ്റെ കടയിൽ ഇവൾ ജോലിക്ക് വന്നു. അപ്പോൾ ഇദ്ദേഹം ധ്യാനം കൂടി യേശുവിനെക്കുറിച്ച് പറയുന്നതൊക്കെ ആളായതുകൊണ്ട് ഈ കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീയെ ഉപദേശിക്കാനും ധ്യാനം കൂടാനൊക്കെ പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്തു. ഇവൾ നിരപരാധിയാണ്, പക്ഷെ ഇവൾ അപരാധിയാണെന്ന് ജനം പറയുന്നു. അപ്പോൾ ഇയാൾ എന്നും ഇങ്ങനെ ഉപദേശിക്കും, നന്നായി ജീവിക്കണം, സാരമില്ല, ദൈവം നോക്കും. അപ്പോൾ ഇവളൊരു ദിവസം ചോദിച്ചു, നിനക്ക് നല്ല ജീവിതം കർത്താവ് തരും എന്നൊക്കെ പറഞ്ഞ് ഉപദേശിച്ചു. പക്ഷേ ഇവളൊരു ദിവസം ഇങ്ങനെ ഉപദേശിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവൾ ചോദിച്ചു, സാറ് എന്നും ഇങ്ങനെ നല്ല ജീവിതം കിട്ടുമെന്ന് ബൈബിളിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ എന്നോട് പറയണ്ടല്ലോ, സാറിന് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ആര് തരാനാണ് എന്ന് ചോദിച്ചു. സാറിന് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഇദ്ദേഹം അതിന് ഒരു ഞെട്ടലോടെയാണ് കേട്ടതെന്നാണ് പറയുന്നത്. ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു ആത്മീയ ഗുരു, ഒരു വൈദികനുണ്ടായിരുന്നു, അദ്ദേഹത്തോട് ചെന്ന് ചോദിച്ചു ഇങ്ങനൊരു കാര്യം. അദ്ദേഹം വളരെ സപ്പോർട്ടീവായിട്ട് സംസാരിച്ചു, മകനെ അത് വേണം, അങ്ങനെ ചെയ്യണം. അപ്പോൾ സമ്പത്തിൻ്റെ പേരിൽ ഇവർ അന്തരമുണ്ട്. ഇയാൾ വലിയ ബിസിനസ്സുകാരനാണ്, ഇയാളുടെ കൂടെ ജോലി ചെയ്യാൻ വന്നിരിക്കുന്നത്. പക്ഷെ എന്നാലും ആ ചോദ്യത്തിൻ്റെ മുമ്പിൽ അയാൾ ആ സ്ത്രീയെ വിവാഹം കഴിച്ചുവെന്ന് ഞങ്ങളുടെ സുഹൃത്ത് ബന്ധത്തിൽ ഞങ്ങളിങ്ങനെ സംസാരിച്ചിരിക്കുന്നു. ഞങ്ങൾ ഒരേ രീതിയിൽ ശുശ്രൂഷ ചെയ്തിരുന്ന കാലത്ത് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പറഞ്ഞതായിട്ട് ഞാനിങ്ങനെ ഓർക്കുകയാണ്. എങ്കിൽ തന്നെയും അതൊരു വലിയ ദൈവകൃപ കിട്ടിയത് കൊണ്ടാണ് അങ്ങനെ സാധിക്കുന്നത്. അല്ലാത്തിടത്തോളം കാലം ഒരു പുരുഷനും തൻ്റെ ജീവിത പങ്കാളി അവിഹിത ബന്ധത്തിലാണെന്ന് കേൾക്കുമ്പോൾ സഹിക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് പറയുന്നത്. പുരുഷ മേധാവിത്വം അത്രമാത്രം ഉയർന്നു നിൽക്കുന്ന ഒരു ചിന്തയും കൂടിയാണല്ലോ. എന്തുമാകട്ടെ, ഇവിടെ യൗസേപ്പിന് 2 ഗുണമാണുള്ളത്. ഒന്ന്, അദ്ദേഹം നീതിമാനാണ്. 2, തൻ്റെ ജീവിത പങ്കാളിക്ക് അപമാനം വരുത്തതായിട്ടൊന്നും തൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയില്ല. ഈ 2 ക്വാളിറ്റിയാണ് യൗസേപ്പിനെ നയിക്കുന്നത്. പക്ഷേ യഹൂദ നിയമപ്രകാരം അദ്ദേഹം അതിനെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അന്ന് രാത്രിയിലാണ് ദൂതൻ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് യൗസേപ്പിനോട് പറയുന്നത്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട എന്ന് പറയുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മൾ എവിടെയൊക്കെ ആര് നമ്മളെ തെറ്റിദ്ധരിച്ചാലും ആരെല്ലാം നമ്മളെ അവമാനിക്കാൻ നോക്കിയാലും ഏത് വിധത്തിലൊക്കെ നമുക്ക് ദുരിതങ്ങളും ദുഃഖങ്ങളും ഉണ്ടാകുമെന്ന് നമ്മൾ ചിന്തിച്ചാലും തക്ക സമയത്ത് ദൈവത്തിൻ്റെ ദൂതൻ ഇടപെടും. അതാണ് ഇന്നത്തെ സന്ദേശം നമുക്ക് നൽകുന്നത്. മറിയം ഗർഭിണിയാകുമ്പോൾ മറിയം യൗസേപ്പിനോട് പറഞ്ഞാൽ വിശ്വസിക്കുമോ? മറിയം ഗർഭാവസ്ഥയിലാണ്. യൗസേപ്പിനോട് പറയാണ്, എനിക്ക് എൻ്റെ അടുക്കൽ ദൂതൻ വന്നു, എന്നോടിങ്ങനെ സംസാരിച്ചു, ഞാൻ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാണ് എന്നെല്ലാം പറഞ്ഞാൽ യൗസേപ്പ് സമ്മതിക്കുമോ? യൗസേപ്പ് നീതിമാനാണെങ്കിൽ പോലും പറയും, കൊച്ചെ നിൻ്റെ തോന്നലാണ്, ഇതെങ്ങനെയൊന്നുമല്ല, ആരോ നിന്നെ ചതിച്ചു, നീ എന്നെ അവഗണിക്കുകയാണ്, നീ എന്നെ വഞ്ചിക്കുകയാണ് എന്നൊക്കെ പറയും. പക്ഷേ യൗസേപ്പിന് ദൂതൻ്റെ ശബ്ദം മനസ്സിലാകും. ദൂതൻ വന്ന് പറഞ്ഞു, ദാവീദിൻ്റെ പുത്രനായ യൗസേപ്പേ, നീ ശങ്കിക്കണ്ട, നിന്റെ ഭാര്യ തെറ്റൊന്നും ചെയ്തിട്ടില്ല, അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാണ്. ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും
കന്യക ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്നവൻ വിളിക്കപ്പെടും എന്ന് കർത്താവിൻ്റെ പ്രവാചകൻ മുഖേന അരുളി ചെയ്തത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത്. എൻ്റെ പ്രിയമുള്ളവരെ ഓർക്കുക, കൃത്യസമയത്ത് കർത്താവ് ഇടപെടും. കർത്താവിന് വേണ്ടി നാം എന്ത് ചെയ്താലും നമുക്ക് ഈ ലോകത്ത് ഒന്നും ഭയപ്പെടാനില്ല. നമ്മളെ രക്ഷിക്കേണ്ട സമയത്ത് കൃത്യമായി കർത്താവ് ഇടപെടും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഞാൻ 2-3 കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു. ഒന്ന്, ഒരു ക്രൈസ്തവൻ്റെ ഔന്നത്യം എന്താണെന്ന് വിശുദ്ധിയോടും വിജ്ഞാനത്തോടും വിവേകത്തോടും കൂടി ജീവിക്കുകയാണെങ്കിൽ അവൻ സ്വർഗത്തോളം ഉയരുമെന്ന് പത്രോസ്ലീഹ പറഞ്ഞ വചനത്തിലൂടെ നാം മനസ്സിലാക്കി. നമ്മൾ യേശുക്രിസ്തുവിൻ്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിച്ചാൽ മാത്രമേ നമുക്ക് നിത്യജീവനുള്ളൂ. ലോകത്തിൻ്റെ അപ്പത്തേക്കാൾ ദൈവപുത്രൻ നൽകുന്ന ആ വിശുദ്ധ കുർബാന അതനുഭവിക്കണമെന്ന ജീവൻ്റെ അപ്പം, അതിനകത്ത് കർത്താവിൻ്റെ ശരീരവും രക്തവും അടങ്ങിയിരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവും അടങ്ങിയിരിക്കുന്ന ആ കുർബാന അനുഭവിച്ചാൽ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ എന്നും, ആരും പിതാവിനെ കണ്ടിട്ടില്ല, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് ശിഷ്യന്മാരോട് യേശു പറയുമ്പോൾ ആ പിതാവായ ദൈവത്തെ യേശുക്രിസ്തുവിലൂടെ ശിഷ്യന്മാർക്ക് നേരിട്ട് കാണുവാൻ കഴിഞ്ഞു. എന്നാൽ ഇന്ന് നമുക്ക് വിശുദ്ധ കുർബാനയിലൂടെയാണ് യേശുക്രിസ്തുവിനെ നേരിട്ട് കാണാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ആ വിശുദ്ധ കുർബാനയ്ക്ക് ഒരുങ്ങുന്ന നമ്മൾ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ പ്രവൃത്തിയെ പൂർണ്ണമായും വിശ്വസിക്കണം. തക്ക സമയത്ത് ദൈവം ഇടപെടും. യോസേപ്പിനുണ്ടായ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനത്തിൽ യോസേപ്പ് ഒറ്റപ്പെട്ടു. യോസേപ്പിനെ ആരും വണങ്ങുകയില്ല എന്ന് മാത്രമല്ല, അവനെ ഉപദ്രവിക്കുകയും അവനെ അടിമയാക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് അടിമക്കച്ചവടക്കാർക്ക് ഈ അസൂയ കൊണ്ട സഹോദരങ്ങൾ വിറ്റുവെങ്കിൽ, യെശയ്യാപ്രവാചകന്റെ പുസ്തകം 55 നമ്മൾ വായിക്കുന്ന പോലെ, ആകാശത്തു നിന്നും മഞ്ഞും മഴയും ഇറങ്ങി ഭൂമിയെ നനച്ച് ഫലഭൂഷ്ടിയുള്ളതാക്കി തീർക്കുന്ന പോലെ എൻ്റെ വചനം ഫലം തരാതെ തിരികെ വരില്ല എന്ന ആ ഒരു അറിവ് നമുക്ക് യോസേപ്പിലൂടെ ദൈവം നൽകി. യോസേപ്പിൻ്റെ ജീവിതത്തിൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമായി. അവൻ്റെ പിതാവും അവൻ്റെ മാതാവും സഹോദരങ്ങളെല്ലാവരും അവനെ വണങ്ങി എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ ശ്രദ്ധിക്കുക, ആരെയും നിസ്സാരരായി കാണാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക. ആരെയും നിസ്സാരരായി, മത്തായിയുടെ സുവിശേഷം 18:10 എഴുതിയിരിക്കുകയാണ്, എൻ്റെ ഏറ്റവും ചെറിയവരിൽ ഒരുവനെ പോലും നിസ്സാരരായി നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക. എന്തെന്നാൽ സ്വർഗത്തിൽ ദൈവം അവരുടെ മുഖം എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു. ആരെയും ചെറുതായി കാണരുത്. ദൈവത്തെ ആരാധിക്കാതെ അന്യദൈവങ്ങളെ ആരാധിച്ചു പോകുന്നവൻ അധപ്പതനത്തിൽ നശിച്ചു പോകുമെന്ന് നമ്മൾ യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ വായിച്ചു കേട്ടു. ഗലാത്യ ലേഖനത്തിൽ നമ്മൾ സമർപ്പണത്തെക്കുറിച്ച് കേട്ടു. സമർപ്പണത്തിൻ്റെ പ്രത്യുത്തരം എങ്ങനെയായിരുന്നു കേട്ടു. അവസാന ഭാഗം നമ്മളിപ്പോൾ യോസേപ്പിൻ്റെ വെളിപാടിനെ കുറിച്ച് നമ്മൾ കേട്ടു. നീതിമാനും എന്താ പറയുന്നത്, വളരെ പക്വതയുള്ള മനുഷ്യൻ അപമാനിക്കാൻ ഇഷ്ടപ്പെടായികയാലും 2 ക്വാളിറ്റിയാണ്. തൻ്റെ ജീവിത പങ്കാളിക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ പോലും ഞാനത് അവളെ അവഗണിക്കുന്നില്ല, അല്ലെങ്കിൽ അവളെ അവമാനിതയാക്കുന്നില്ല. ഹല്ലേലൂയ. ഈ ക്വാളിറ്റികളൊക്കെ ഇന്നത്തെ വായനയിലൂടെ ദൈവം നമുക്ക് നൽകട്ടെ, ധ്യാനത്തിലൂടെ ദൈവം നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങൾ അത്യധികമായി സ്നേഹിക്കുന്ന സ്വർഗപിതാവേ, ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. ഏറെ നന്മകളും ഐശ്വര്യങ്ങളും കൊണ്ട് ഈ ധ്യാനം ഞങ്ങളെ സമ്പന്നമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ധ്യാനത്തിലൂടെ കർത്താവേ, ഞങ്ങളെ ഒരു പൂർണ്ണ ദൈവവിശ്വാസിയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിച്ച് അവിടുത്തെ തിരുശരീരക്തങ്ങൾ സംശയമില്ലാതെ ഭക്ഷിച്ച് വിശുദ്ധിയുടെ ഔന്നത്യത്തിലെത്തിച്ചേരുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളും എല്ലാ കൃപകളും എല്ലാ വരങ്ങളും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന എല്ലാ അനുഭവങ്ങളും ഞങ്ങൾക്കുണ്ടാകുന്നതിന് വേണ്ടി ഞങ്ങൾ താഴ്മയോടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ തിരുരക്തത്താൽ കഴുകപ്പെട്ട് വിശുദ്ധീകരിക്കപ്പെട്ട് ഞങ്ങൾ പൂർണ്ണത പ്രാപിക്കുവാനിടയാകണമേ. സകലവും ഞങ്ങൾക്കായി കാൽവരിയിൽ ജീവനെ വെച്ച് ഞങ്ങൾ രക്ഷിച്ചു കൊണ്ടെടുത്താം. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ
സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. അനുഗ്രഹിച്ച കൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ.